ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഹംപിയിലെ ഒരു പുരാതന ജൈനക്ഷേത്രമായ ഗണഗത്തി ജൈൻ ടെമ്പിളിൻ്റെ മുന്നിലാണ്. ഇത് ദ ഓയിൽ വുമൺ ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഹരിഹര സെക്കൻഡിൻ്റെ കാലത്താണ്. 1386 AD ജൈനമതത്തിലെ 17ാമത്തെ തീർത്ഥങ്കരനായ കുന്തുനാഥൻ്റെ പേരിലാണ് ഇത് പണി കഴിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ സന്ദർശകരൊക്കെ വളരെ കുറവാണെന്ന് തോന്നണം കേട്ടോ. അതുകൊണ്ടായിരിക്കും നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. അകത്താണെങ്കിലും ഭയങ്കര ഒരു ഇരുട്ട് മൂടിയൊരു അവസ്ഥയൊക്കെയാണ്. ഞങ്ങൾ കയറി നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു വവ്വാലിൻ്റെ കൂട്ടാണ് അതിൻ്റെ അകത്ത്. വവ്വാലിൻ്റെ കൂട്ടം, വിഗ്രഹമൊന്നുമില്ല, മിസ്സിങ് ആണോ ആവോ അറിയില്ല. എൻ്റെ പൊന്നോ, അതിൻ്റെ അകത്ത് വവ്വാലുണ്ട്. തലേന്നത് പോയാലേ ഇവിടെ അങ്ങനെ അധികം പേര് കാണുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് ഇവര് ഗേറ്റൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഏതെങ്കിലും ഒരാള് അത് ഇവിടെ ലോക്കലുള്ള ആരെങ്കിലും ഒരു ചേച്ചി എല്ലായിടത്തും ആരെങ്കിലും ഒക്കെ ഒരാൾ ഇരിപ്പുണ്ടാവും. അപ്പം അവരോട് ചോദിച്ചാൽ അവർ കയറിപ്പോൾ കാണാൻ പറയും. അതിൻ്റെ അകത്താണെങ്കിൽ എല്ലാം വൃത്തിയാക്കി ഇട്ടേക്കണം. പക്ഷെ അകത്ത് വവ്വാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇരുട്ടാറ കൂടെ അങ്ങനെ അകത്തേക്ക് നോക്കാം. നമുക്ക് അങ്ങോട്ട് കയറാനും പേടിയാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്റ്റേഷനിൽ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രിക് വണ്ടി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോകാം. 20 രൂപയാണ് ഒരാൾക്ക് ചാർജ്. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് നടന്നു പോകാം കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നണം. ഒരു നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ടും രാവിലെ തൊട്ട് നടന്നേ മടുത്തു. അതുകൊണ്ട് വണ്ടിക്ക് പോകാൻ തീരുമാനിച്ചു. പിന്നെ സ്റ്റാഫൊക്കെ കൊള്ളാം, നല്ല പെരുമാറ്റമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കയറാൻ പോവാണ്. കുറേ പേരുണ്ട് കേട്ടോ. നമ്മളൊരു വൈകുന്നേര സമയത്ത് അവിടെ ചെന്ന് അടയ്ക്കാൻ പോകുന്നൊരു ടൈമിലായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ വണ്ടി കയറി നല്ല രസമാട്ടെ യാത്ര. നല്ല മണ്ണിട്ട വഴിയാണ്. നല്ല രസം അതിനകത്ത് പോകാനൊക്കെ. നമ്മൾ അമ്പലത്തോട് അടുത്തു. അപ്പോൾ തന്നെ അതിൻ്റെ വിഷ്വൽസ് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ അമ്പലത്തിലൊക്കെ ചെന്നപ്പോൾ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ മാർക്കറ്റിൻ്റെ ഇതൊക്കെ ഫ്രണ്ടിലുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. അതിൻ്റെ പൊക്കത്ത് എന്തോ തകർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് എന്തെങ്കിലും യുദ്ധം നടന്നിട്ട് തകർന്നതായിരിക്കാം. അടിപൊളി. അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഓരോ കൽമണ്ഡപങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നല്ല കൊത്തുപണിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി. എല്ലാം നല്ല ചെറിയ പടമാണെങ്കിലൊക്കെയാണ് നല്ല ഫിനിഷിങ്ങിൽ അത് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സൂപ്പറായിട്ടുണ്ട് അത്. എന്നാ ഭംഗിയാന്ന് നോക്കി. ഇഷ്ടി കൊണ്ടാണ് ഉണ്ടാക്കിയത്. മൊത്തം കല്ലല്ല, ഇടയ്ക്ക് ഇഷ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മളതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് ഇതാണ് അകത്തുനിന്നുള്ള വ്യൂ കേട്ടോ. എൻ്റെ സൈഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ ഇതാണ് എൻ്റെ ഫുള്ളുള്ള വ്യൂ. ഫുള്ള് ഓരോ മണ്ഡപങ്ങളും നിറച്ച് കൊത്തുപണികളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കയറി വന്നതിൻ്റെ അകത്തുനിന്നുള്ള കേട്ടോ. ഇവിടെയും ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഫിനിഷിംഗ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതെൻ്റെ സൈഡിലുള്ളൊരു മണ്ഡപമാണ്. ഇതും ഒരു മണ്ഡപമാണ്.
ഗൈസ്, ഇത് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ കൽരഥമാണ്. നമ്മുടെ 50 രൂപ നോട്ടിൻ്റെ ബാക്ക് വശത്ത് കാണുന്നില്ല, അതാണ് സംഭവം. ഇത് കൃഷ്ണദേവരായരാണ് പണി കഴിപ്പിച്ചത്. ഇതുപോലത്തെ 3 കൽരഥങ്ങളുണ്ട് ഇന്ത്യയിൽ. ഒരെണ്ണം മഹാബലിപുരത്താണ്, തമിഴ്നാട്. ഒരെണ്ണം ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലാണ്. മൂന്നാമത്തേതാണിത്. കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ കൽരഥം കണ്ടിട്ട് മോഹിച്ചിട്ടാണ് കൃഷ്ണദേവരായർ ഇവിടെ അത് പണിതത്. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ മനോഹാരിത കൂട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ പണിതതെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ചുറ്റിപ്പറ്റി ഒരു നാടോടിക്കഥയുണ്ട്. ഇവിടുത്തെ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത് ഈ കൽരഥം എന്നിവിടുന്ന് നീങ്ങുന്നുവോ അന്ന് ലോകം അവസാനിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതൊക്കെ ഒരു വെറുതെ വിശ്വാസമാണ്. യൂട്യൂബ് ചാനലിന്റെ ആരാധകരാണ്. फोटो वीडियो दोन सोलापूर यावंच लागतंय सोलापूर. ഇതാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ഇതാണ്. ആണോ? ശരിയാ. ഓരോ തൂണിലും ഇങ്ങനെ കുത്തുപണികളാണ്. ഇവിടുത്തെ നാടാ. ಕಾಯ್ತಾರೆ ಅವ್ರ ಮೇಲೆ ಕೂತಿರ್ತಾನೆ ಕಾಣಲಾರ್ದಂಗೆ. ಸೊ ಅವ್ರು ಜಸ್ಟ್ ಆ ಕಡೆ ಕಾನ್ಸಂಟ್ರೇಷನ್ ಇರೋದಾಗ ಇವ್ನು ಓಡೋಗ್ತಾನೆ. ಹೋದಾಗ ಈಗ ಯಾರು ಹೋಗ್ತಿರ್ತಾರೆ ಅದು ರಾಕ್ಷಸರಿಂದ ಅಟ್ಯಾಕ್ ಮಾಡ್ತಾರೆ. ಸೊ ನೆಕ್ಸ್ಟ್ ಹೋಗ್ತಿರೋದು. ಸೊ ಹೋಗಿ ಕಾಲೆಲ್ಲ ಸುಟ್ಟ ಅದೆಲ್ಲ ಆಗಿ ರಾವಣನ ಮಗ ಮೇಘನಾಥನಿಗೆ ಬಾಣ ಬಿಡಿಸ್ತಾರೆ. ಯಾರು ಹನುಮಂತ ಮೇಲೆ ಕೂರ್ಚೋದು ಅದು ಒಂದು ರಿವರ್ಸ್ ಬಿದ್ದಾಗ ಲಕ್ಷ್ಮಣ ಮೂರ್ಛೆ.
ಸೊ ಅವಾಗ ರಾವಣನ ವೈದ್ಯ ಈ ಕಡೆ ಅವಾಗ ಕೆಳಗೆ ಬಿದ್ದ ಲಕ್ಷ್ಮಣ ಗೋಡೆ ಮೇಲೆ ಕೂರ್ಸ್ಕೊಂತಾನೆ. ಅವಾಗ ವೈದ್ಯೋ ನಾರಾಯಣ ಅಂತ ರಾವಣನ ವೈದ್ಯನೇ ಬರ್ತಾರೆ. ಗೊತ್ತಾಗಲಿ ಬೆಟ್ಟದಾಗೆಲ್ಲ ಅವೇ ಇರ್ತವೆ, ಯಾವ್ದು ಗೊತ್ತಾಗಲಿ ಬೆಟ್ಟನೇ ಗೊತ್ತಿರ್ತಾರೆ. ഇതാണ് മ്യൂസിക്കൽ പില്ലേഴ്സ് ഉള്ള മണ്ഡപം. വലിയ രംഗമണ്ഡപം എന്ന് പറയുന്ന പേരുണ്ട്. ഇതിൽ 56 പില്ലേഴ്സാണുള്ളത്. ഇത് വിവിധങ്ങളായ സംഗീത സ്വരങ്ങൾ പുറപ്പെടുവിപ്പിക്കും. നേരത്തെ ഇതിൻ്റെ അകത്തേക്ക് നമ്മളെ കയറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവിടെ കയറ്റത്തില്ല കേട്ടോ. ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുവാണ്, അതുകൊണ്ട് അടച്ചിട്ടേക്കുവാണ്. ഇവിടെ കുറച്ച് തൂണുകളൊക്കെ ആളുകൾ ഇങ്ങനെ തട്ടി കാലാന്തരത്തിൽ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ സംഗീതം കേൾക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ വിഷമിച്ചിരുന്നപ്പോഴാണ് അവിടെ QR കോഡ് വെച്ചിട്ടുണ്ട്, നമുക്കത് സ്കാൻ ചെയ്യാം, സംഗീതം കേൾക്കാം. ഇതൊരു പുലി ഇറങ്ങിയാണ്. ഈ സൈഡിൽ നോക്കി, ഈ സൈഡിൽ ഇത് കണ്ടോ ഒരു രൂപ, ഇതിവിടെ ഒരു രൂപമുണ്ട്. അതിനൊക്കെ പിടിച്ച ഒരു രൂപ ഉണ്ടല്ലോ. അങ്ങനെ വിഠല ടെമ്പിളിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. എന്താ പറയുക, എല്ലാം ഒന്നിനൊന്ന് മനോഹരമായിരുന്നു. എല്ലാ സൈറ്റുകളും അടിപൊളിയായിരുന്നു. ഏകദേശം ഇതോടുകൂടി നമ്മുടെ ഹംപിയിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമുക്ക് തിരിച്ചു പോകണം. നമുക്ക് ഓടാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ഓടി പറ്റാവുന്നതെല്ലാം കണ്ടു തീർത്തു. എന്നാലും വിജയനഗര സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വന്ന് ഇതൊന്ന് കണ്ടു തീർക്കാൻ ശ്രമിക്കണം. അപ്പം മനസ്സിലായി. ഭയങ്കരം തന്നെ ഭയങ്കരമായൊരു സാമ്രാജ്യമാണിത്. ആ കാലത്തുള്ള കലാകാരന്മാരുടെ ഒരു കഴിവ് അതൊക്കെ കണ്ട് വായും പൊളിച്ച് നോക്കിയിട്ടുണ്ട്. ഇതൊരു റൈഡേഴ്സിൻ്റെ ആരാധകനാണ് കേട്ടോ, ഒരു കുട്ടി ആരാധകൻ. ഇവനെ ഞങ്ങൾ ഹംപിയിൽ നിന്ന് ഞങ്ങളിങ്ങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോന്നപ്പോൾ ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് തന്നെ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ പഴം വാങ്ങാൻ കയറി. അപ്പോഴാണ് കണ്ടത്. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, അയ്യോ റൈഡേഴ്സ് ഇതുവഴി പോകുന്നത് കണ്ട് അതിന് ഭയങ്കര ആവേശമാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ഒന്ന് ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്നു. ആൾക്ക് ഭയങ്കര സന്തോഷമായി. Saturday, Sunday, full riders coming. Their holiday, they're here. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മടങ്ങുകയാണ്. സൂര്യൻ അസ്തമിക്കാൻ പോണു. എല്ലാവരും ലേക്കിൻ്റെ ഓരത്തൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട് കാറ്റ് കൊള്ളാൻ. നല്ല സുഖമുള്ള കാറ്റാണിവിടെ. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. ഞങ്ങളും കുറച്ച് നേരം ഇവിടെ നിന്നു. പിന്നെ പോകുകയാണ് ഹോം സ്റ്റേയിലേക്കാണ്. എന്തായാലും വളരെ വളരെ മനസ്സിന് നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു സ്ഥലമാണ് ഹംപി. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഹംപി. അതിൻ്റെ ഗ്രാമീണ ഭംഗി കൊണ്ടാണെങ്കിലും ശരി, ചരിത്ര പ്രാധാന്യം കൊണ്ടാണെങ്കിലും ശരി, അതൊരു വല്ലാത്ത സൃഷ്ടിയാണ്, വല്ലാത്ത സൃഷ്ടി.